ആൾക്കാർക്ക് മാമോഗ്രാം പേടി കാരണം അൾട്രാസൗണ്ട് മതിയോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ തന്നെ മാമോഗ്രാമിനോടൊപ്പം ചില സമയങ്ങളിൽ അൾട്രാസൗണ്ട് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം ഏത് സമയത്താണ് മാമോഗ്രാമിൻ്റെ കൂടെ അൾട്രാസൗണ്ടും കൂടെ ചെയ്യേണ്ടി വരുന്നത്? അൾട്രാസൗണ്ട് ഒരു വെരി ഗുഡ് ഇമേജിംഗ് മൊഡാലിറ്റിയാണ്, വളരെ യൂസ്ഫുൾ ആണ്. അൾട്രാസൗണ്ടും കൂടി ചെയ്യുന്നത് യൂഷ്വലി നമ്മൾ നേരത്തെ ഫിലിം കണ്ടപ്പോൾ പറഞ്ഞു, ഗ്ലാൻഡുലാർ ബ്രസ്റ്റ്, അതായത് നല്ല കട്ടിയുള്ള ബ്രസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ കൂടെ അൾട്രാസൗണ്ട് കൂടി ചെയ്യുന്നതാണ് എപ്പോഴും സേഫ്. കട്ടിയുള്ള ബ്രസ്റ്റ് ആണെങ്കിൽ അത് നമ്മൾ തൊട്ട് നോക്കുന്നതുകൊണ്ടല്ല മനസ്സിലാവുന്നത്, ഈ മാമോഗ്രാം എടുക്കുമ്പോഴാണ് അതിൽ എത്രത്തോളം ഗ്ലാൻഡുലാർ ഡെൻസിറ്റി ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഗ്ലാൻഡുലാർ ഡെൻസിറ്റി കൂടുതലുള്ള ബ്രസ്റ്റുകളാണ് എപ്പോഴും അൾട്രാസൗണ്ട് അതിൻ്റെ കൂടെ ചെയ്തേ പറ്റുള്ളൂ. അകത്തുള്ള മുഴകളെ നമുക്ക് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട്. എക്സാക്ട്ലി. അത് ഗ്ലാൻഡ് അതിൻ്റെ ഇടയ്ക്കുള്ള മുഴകൾ മാസ്ക് ചെയ്യും. സോ അൾട്രാസൗണ്ട് മസ്റ്റാണ്. ബട്ട് ഫാറ്റി ബ്രസ്റ്റ് ആണെങ്കിലും ഇവിടെ നമ്മൾ റൊട്ടീൻലി അൾട്രാസൗണ്ട് കൂടി ചെയ്യാറുണ്ട് ഇവിടെ മാമോഗ്രാം എല്ലാ കേസുകൾക്കും. ബട്ട് ഔട്ട്സൈഡ് ഇന്ത്യ പല സ്ഥലത്തും അത് റെക്കമെൻഡ്. സ്ക്രീനിങ്ങിന് ദേ ആർ നോട്ട് ഡൂയിങ് അൾട്രാസൗണ്ട് ഓൾവേസ്. മാമോഗ്രാം മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ തിരിച്ച് വിളിച്ചാണ് ആവശ്യമുള്ള കേസുകൾക്ക് അൾട്രാസൗണ്ട് എടുക്കുന്നത്. ബട്ട് ഇവിടെ നമ്മൾ എല്ലാവർക്കും അൾട്രാസൗണ്ടും കൂടി ചെയ്യുന്നുണ്ട്.